പെർസെൻറ്റേജ് സീരീസിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. പെർസെൻറ്റേജിൽ ഇടയ്ക്കിടെ ചോദിക്കുന്ന ചോദ്യമാണ് സാലറി ബേസ്ഡ് പ്രോബ്ലംസ്. സോ അത്തരത്തിലുള്ള പ്രോബ്ലംസിനെ എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Radha spends 40% of her salary on food, 20% on house rent, 10% of entertainment, 10% of convenience. If her savings at the end of the month are 1500, then her salary per month. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ സാലറീനെ നമ്മളെപ്പോഴും എന്തായിട്ട് കൺസിഡർ ചെയ്യുക? പേഴ്സൻറ്റേജിലെ 100 കൺസിഡർ ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മൾ 100 കൺസിഡർ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് 100 കൺസിഡർ ചെയ്യുന്നത്? ഇവിടെ 40% എന്ന് പറയുമ്പം 100ൻ്റെ 40% എന്ന് പറയുന്നത് എന്തായിരിക്കും? 40 തന്നെയായിരിക്കും. 100ൻ്റെ 20% എന്ന് പറയുന്നത് 20 തന്നെയായിരിക്കും. 10% എപ്പോഴും 10 തന്നെയായിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് കാൽക്കുലേഷൻ വളരെ വളരെ എളുപ്പമായിട്ട് മാറും. സോ ടോട്ടൽ സാലറി 100% ആണെങ്കിൽ അല്ലെങ്കിൽ 100 ആണെങ്കിൽ എന്താ പറയുന്നത്? 40% ഓഫ് സാലറി ഓൺ ഫുഡ്. ഫുഡിന് എത്ര കൊടുത്തു? 40%. 100ൻ്റെ 40% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 തന്നെയല്ലേ? സോ ഫുഡിന് എത്ര പോയി? 40. പിന്നെ പറയുന്നത് 20% ഓൺ ഹൗസ് റെൻറ്റ്. ഹൗസ് റെൻറ്റിന് 20% എന്ന് പറയുമ്പം 100ൻ്റെ 20% എന്ന് പറയുന്നത് 20 തന്നെയാണ്. സോ ഹൗസ് റെൻറ്റിന് 20 പോയി. 10% ഓൺ എൻ്റർടൈൻമെൻറ്റ്. എൻ്റർടൈൻമെൻറ്റിന് 10%, അതായത് 100ൻ്റെ 10 എന്തിന് പോയി? എൻ്റർടൈൻമെൻറ്റിന്. ആൻഡ് ലാസ്റ്റ് 10% ഓൺ കൺവെയൻസ്. സോ അതെത്രയാണ്? 10% എന്ന് പറയുന്നത് 10 തന്നെയാണ്. സോ അതും പോയി. ടോട്ടൽ ഇവിടെ എത്ര ചിലവ് വന്നു അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ വന്നു? 40 + 20 + 10 + 10 എന്ന് പറയുന്നത് 80 അല്ലേ? 80% അല്ലെങ്കിൽ 80 ടോട്ടൽ ചിലവ് വന്നു, എക്സ്പെൻഡിച്ചർ അല്ലേ? സോ എന്താണ് സേവിങ്സ് എന്ന് പറയുന്നത്? ഇൻകത്തിൽ നിന്നും, ഇൻകം എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് അല്ലേ? സോ സേവിങ്സ് എന്ന് പറയുന്നത് ഇൻകത്തിൽ നിന്നും എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്യുന്നതാണ്. സോ ടോട്ടൽ സാലറി നമുക്ക് ഇവിടെ എത്രയാണ്? 100. ടോട്ടൽ എക്സ്പെൻഡിച്ചർ 80. സോ അങ്ങനെയാണെങ്കിൽ സേവിങ്സ് എത്രയാണ്? 100 - 80 നമുക്ക് എത്ര കിട്ടും? 20% എന്ന് കിട്ടും. ഈ 20% എന്ത്? അറ്റ് ദി എൻഡ് ഓഫ് എ മന്ത് ഷീ സേവ്സ് 1500. 1500 രൂപ സേവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ ഈ 20% ആരെന്ന് പറയുന്നത്? 1500. നമ്മുടെ ചോദ്യം എന്താണ്? മന്ത്ലി സാലറി എത്രയാണെന്നല്ലേ? മന്ത്ലി സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 100% അല്ലെങ്കിൽ 100. സോ 100 എത്ര എന്നല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ പറയാം നമുക്ക്? 20% എന്ന് പറയുന്നത് 1500. അങ്ങനെയാണെങ്കിൽ 1% എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 1% എന്ന് പറയുന്നത് 1500 ഡിവൈഡഡ് ബൈ 20 ആണല്ലോ അല്ലേ? ഇപ്പം നമുക്ക് 1% കിട്ടി. ചോദ്യം 100%. 100% കണ്ടുപിടിക്കാൻ ഇതേ ഇൻറ്റു 100 ചെയ്താൽ പോരെ? റൈറ്റ്. ഇത് ചെയ്താലും സെയിം തന്നെയാണ് നമുക്ക് കിട്ടുക. നോക്ക്, 1500 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 20. റൈറ്റ്, സെയിം. സോ നമുക്കിവിടെ കട്ട് ചെയ്യുമ്പം 100ലും 20ഉം കോമൺ ആയിട്ട് ആരുണ്ട്? 20 ഉണ്ട്. ഇവിടെ 1 ടൈം പോവും. ഇവിടെ എത്ര തവണ പോവും? 5 തവണ അല്ലേ? 5. സോ 50,000 ഇൻറ്റു 5 എത്ര വരും? 15 ഇൻറ്റു 5. 10 ഇൻറ്റു 5 50ഉം 5 ഇൻറ്റു 5 25ഉം ടോട്ടൽ 7500 എന്ന് കിട്ടും. സോ ഓപ്ഷൻ എത്ര വരും? ഓപ്ഷൻ നമ്പർ 2 7500. റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോവാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ പൗസ് ആക്കിയിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. എന്താ പറയുന്നത്? എ മാൻ സ്പെൻഡ് 20% ഓഫ് ഹിസ് സാലറി ഓൺ ഇറ്റ്സ് ഐറ്റംസ് ഓൺ ഡെയിലി യൂസ് ആൻഡ് 30% ഓഫ് ദ റിമൈൻഡർ ഓൺ ഹൗസ് റെൻറ്റ്. ആഫ്റ്റർ ദാറ്റ് ഹീ ഈസ് ലെഫ്റ്റ് വിത്ത് 2800. ഹൗ മച്ച് ഈസ് ഹിസ് സാലറി എന്നല്ലേ ചോദ്യം? നേരത്തെ പോലെ തന്നെ നമ്മൾ ടോട്ടൽ സാലറി എത്രയായിട്ട് കൺസിഡർ ചെയ്യും? 100 അല്ലേ? സോ 100 ആണ് ഇവിടെ നമ്മുടെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത്. ഇവിടെ 20% ഓഫ് സാലറി ഓൺ ഡെയിലി യൂസ് അല്ലേ? ഡെയിലി യൂസ് ഐറ്റംസിൽ എത്ര പോകും? 20% എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 100ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 20 ആണ്. ഇതെന്തിന് പോകും? ഡെയിലി യൂസിന് പോകും. 30% ഓഫ് ദ റിമൈൻഡർ. എന്താണ് 30% ഓഫ് ദ റിമൈൻഡർ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫ് ദ റിമൈൻഡർ എന്താണ്? 100% ആണ് ടോട്ടൽ സാലറി. ഇതിൽ 20 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും അല്ലേ? 100ന്ന് 20 പോയാൽ ബാക്കി 80% അല്ലെങ്കിൽ 80 ആണ് ഇവിടെ സാലറി ഉള്ളത് അല്ലേ? ഓഫ് ദ റിമൈൻഡർ. റിമൈൻഡർ എന്ന് പറയുമ്പോൾ 100 എടുക്കരുത്, 80 എടുക്കണം. ഇനി ബാക്കിയുള്ളത് 80 അല്ലേ സാലറി അല്ലേ? ഈ 80ൻ്റെ എന്താണ്? 30% ആണ് ഹൗസ് റെൻറ്റിന് പോകുന്നത്. സോ 80ൻ്റെ 30% എങ്ങനെ കണ്ടുപിടിക്കും? 80ൻ്റെ 30% എന്ന് പറയുന്നത് 30 ഡിവൈഡഡ് ബൈ 100. 0 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 8 × 3 24. ഈ 24% അല്ലെങ്കിൽ 24 ആണ് ആർക്ക് പോകുന്നത്? ഹൗസ് റെൻറ്റിന് പോകുന്നത്. സോ 24 ആർക്കാണ്? ഹൗസ് റെൻറ്റ്. സോ ടോട്ടൽ ഇവിടെ ചിലവ് എത്രയായി?
ചിലവെന്ന് പറയുന്നത് 20 + 24 44 ഇവിടെ ചിലവ് അല്ലേ, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. റൈറ്റ്, ഇൻകം 100, എക്സ്പെൻഡിച്ചർ 44. അങ്ങനെയാണെങ്കിൽ സേവിങ്സ് എത്രയായിരിക്കും? ഇൻകം എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് അല്ലേ. സേവിങ്സ് എന്ന് പറയുന്നത് ഇൻകത്തിൽ നിന്നും എക്സ്പെൻഡിച്ചർ കുറയ്ക്കണം. 100-ൽ നിന്ന് 44 കുറച്ചാൽ ബാക്കി എത്ര കിട്ടും? 56% അല്ലെങ്കിൽ 56 ആരെന്ന് പറയുന്നത് സേവിങ്സ്. സോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ആഫ്റ്റർ ദാറ്റ് ഹീ ഈസ് ലെഫ്റ്റ് വിത്ത് 2800. എല്ലാ ചിലവും കഴിഞ്ഞിട്ട് കയ്യിൽ 2800 രൂപ ബാക്കിയുണ്ട്. ഈ 2800 രൂപ ബാക്കിയുള്ളതെന്ന് പറയുന്നത് സേവിങ്സ് അല്ലേ. അതെത്രയാണ്? 56%. സോ നോക്ക്, 56% എന്ന് പറയുന്നത് 2800 ആണെങ്കിൽ സാലറി എത്ര എന്നല്ലേ? 100% എത്ര അല്ലേ? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ 1% എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 2800 ഡിവൈഡഡ് ബൈ 56 × 100. റൈറ്റ്, നോക്ക്, 0 6നെ കൊണ്ട് എന്തൊക്കെ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 0 കിട്ടുക? ഒന്നെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ യൂണിറ്റ് ഡിജിറ്റിൽ 0 വരൂ അല്ലേ. സോ ഇവിടെ നമുക്ക് 0 വരണമെങ്കിൽ ഒന്നെങ്കിൽ 5 അല്ലെങ്കിൽ 10. 10 കൊണ്ട് ചെയ്താൽ 560 ആവും. 10ൻ്റെ പകുതി അല്ലേ 250 അല്ലേ? 560ൻ്റെ പകുതിയാണ് 250. സോ എനിക്കിവിടെ കറക്റ്റായിട്ട് പറയാൻ പറ്റും 5 ടൈംസ് ഇത് പോകും. സോ 50 × 100 എന്ന് പറയുന്നത് എത്ര വരും? 5000 എന്ന് എനിക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. സോ ഓപ്ഷൻ നമ്പർ 2. റൈറ്റ്. സോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. T salary is 20% more than that of K. If T saves 720, which is 4% of his salary, then K salary is എന്നാണ് ചോദ്യം അല്ലേ. കെയുടെ സാലറിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആദ്യത്തെ സെൻറ്റൻസ് നോക്കണം. T salary is 20% more than that of കശ്യപ്. നമ്മൾ പറഞ്ഞു പെർസെൻറ്റേജിൽ ബേസ് നമ്മൾ എത്രയായിട്ടാണ് എടുക്കുക? 100 ആയിട്ടാണ് എടുക്കുക. 20% മോർ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് അല്ലേ? 20% മോർ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് നമ്മുടെ ബേസ് എത്രയാണ്? 100. സോ 100% അല്ലെങ്കിൽ 100% ആണെങ്കിൽ അതിനേക്കാൾ മോർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൂടുതൽ. 100-നേക്കാൾ കൂടുതലാണ്. എത്ര കൂടുതൽ? 20%. 20% കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം വരും? ടോട്ടൽ 120% ആയിട്ട് മാറും അല്ലേ. അല്ലെങ്കിലോ 20% ലെസ് എന്നാണെങ്കിലോ? 20% ലെസ് എന്നാണെങ്കിലോ ടോട്ടൽ എത്രയാണ്? 100%. മോർ എന്ന് പറഞ്ഞാൽ പ്ലസ്, ലെസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആയിരിക്കും. -20% ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് എത്രയാണ് കിട്ടുക? 80%. സോ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് പെർസെൻറ്റേജിലെ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം അപ്രോച്ച് ചെയ്യുന്നത്. നോക്കാം. T salary is 20% more than that of കശ്യപ് അല്ലേ. ഇവിടെ നമുക്ക് ടിയും ഉണ്ട് കെയും ഉണ്ട്. ആരാണ് ഇവിടെ കൂടുതൽ? ടി അല്ലേ. അപ്പോൾ നമ്മൾ ബേസ് 100 ആരെ എടുക്കും? കെനെ എടുക്കും. സോ കെൻ്റെ സാലറി 100 ആണെങ്കിൽ ടിയുടെ സാലറി എത്രയായിരിക്കും? 20% മോർ 120% ആയിരിക്കും ആണല്ലോ. എന്നിട്ട് പറയുന്നു ഇഫ് ടി സേവ്സ് 720. ടി എത്ര സേവ് ചെയ്യുന്നു? 720, വിച്ച് ഈസ് 4% ഓഫ് ഹിസ് സാലറി. ടിയുടെ 4% എന്ന് പറയുന്നത് എത്രയാണ്? 720 ആണെങ്കിൽ, ടിയുടെ 4% എന്ന് പറയുന്നത് 720 ആണെങ്കിൽ 100% നമുക്ക് കണ്ടുപിടിച്ചൂടെ അല്ലേ. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 720 എന്ന് പറയുന്നത് 4% ആണെങ്കിൽ 1% എന്ന് പറയുന്നത് 720/4 ആയിരിക്കും. കണ്ടുപിടിക്കേണ്ടത് 100 ആണ് അല്ലേ. സോ നമുക്ക് കട്ട് ചെയ്താൽ എത്ര വരും? ഇവിടെ 4 7ൽ 1 ടൈംസ് പോവും. ബാക്കി 32ൽ 8 ടൈംസ് എത്ര വരും? 18ഉം 3 0 അല്ലേ. 18 3 0 18000 എന്ന് നമുക്ക് കിട്ടും. സോ 18000 എന്ന് പറയുന്നത് എന്താണ്? 18000 എന്ന് പറയുന്നത് ടിയുടെ സാലറിയാണ്. 4% 720 ആണെങ്കിൽ 100% എന്ന് പറയുമ്പോൾ ടിയുടെ സാലറി കിട്ടും. സോ ഇത് എന്ന് പറയുന്നത് ടിയുടെ ടോട്ടൽ സാലറിയാണ്. ടിയുടെ പെർസെൻറ്റേജ് എത്രയാണ് അല്ലേ? ടിയുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 120%. സോ ഈ 120% ശരിക്കും ആരെന്ന് പറയുന്നത്? ഈ 18000 എന്ന് പറയുന്നത്. കാരണം ടിയുടെ സാലറി എത്രയാണ്? 120%. സോ 120% എത്രയാണ്? 18000. എന്നിട്ട് നമ്മളോട് ചോദിച്ചത് കെയുടെ സാലറി അല്ലേ. കെയുടെ സാലറി എത്രയാണ്? 100. 100 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. സോ 100 എത്രയാണ്? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 18000 എന്ന് പറയുന്നത് എന്താണ്? 120%. 100 എത്ര? രണ്ടിലും കോമൺ ആയിട്ട് ആര് പോവും? 20 പോവും അല്ലേ. ഇവിടെ 6 ടൈംസ് പോവും, ഇവിടെ 5 ടൈംസ് പോവും. 18ൽ 6 3 തവണ 3000 × 5 നമുക്ക് എത്ര കിട്ടും? 15000. സോ 15000 എന്ന് പറയുന്നതാണ് ആരുടെ സാലറി? കെയുടെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത്. ഓപ്ഷൻ നമ്പർ എന്ത് വരും? 1 വരും. റൈറ്റ്. സോ വീഡിയോ ആദ്യം സ്വയം ചെയ്യാൻ നോക്കുക, അതിനുശേഷം മാത്രം എക്സ്പ്ലനേഷൻ കാണുക. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്?
കെ സ്പെൻഡ് 30% ഓഫ് ഹിസ് സാലറി ഓൺ ഫുഡ്. ഫുഡിന് എത്ര കൊടുത്തു? 30%, അല്ലേ? സോ ടോട്ടൽ സാലറി എത്രയാണ്? 100. ടോട്ടൽ സാലറി 100 ആണെങ്കിൽ 100ൻ്റെ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 തന്നെയാണ്. 30 എന്തിന് പോയി? ഫുഡിന് ചിലവായി. ആൻഡ് ഡൊണേറ്റ് 3% ഇൻ എ ചാരിറ്റബിൾ ട്രസ്റ്റ്. ചാരിറ്റബിൾ ട്രസ്റ്റിന് എത്ര കൊടുത്തു? 3%. 100ൻ്റെ 3% എന്ന് പറയുന്നത് 3 തന്നെയല്ലേ? സോ ചാരിറ്റബിൾ ട്രസ്റ്റിന് 3 കൊടുത്തു. ഹി സ്പെൻഡ് 2310 ഓൺ ദീസ് 2 ഐറ്റംസ്. ഈ രണ്ടെണ്ണത്തിനും 2310 രൂപ ചിലവാക്കി. സോ ടോട്ടൽ ചിലവ് എത്രയാണ്? 33. സോ ഈ 33% എന്ന് പറയുന്നതാണ് ആര്? 2310 എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സാലറി ഫോർ ദാറ്റ് മന്ത് അല്ലേ ചോദ്യം? അങ്ങനെയാണെങ്കിൽ 100 എത്ര, അല്ലേ? ടോട്ടൽ സാലറി മന്ത് എത്രയാണ്? 100. അങ്ങനെയാണെങ്കിൽ 100 എത്ര? റൈറ്റ്, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 2310 എന്ന് പറയുന്നത് 33% ആണെങ്കിൽ 1% എന്ന് പറയുന്നത് 2310 ഡിവൈഡഡ് ബൈ 33 ആണ്. 1% കണ്ടുപിടിച്ചാൽ നമുക്ക് എത്ര ശതമാനം വേണമെങ്കിൽ കണ്ടുപിടിക്കാം? 100% ആണെങ്കിൽ ഇൻറ്റു 100, അല്ലേ? 3നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇവിടെ 1 വരിക? 3നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 വരും. 2 ആണെങ്കിൽ യൂണിറ്റ് പ്ലേസ് 6 വരും. 3 ആണെങ്കിൽ 9, 4 ആണെങ്കിൽ 12, 2, 5 ആണെങ്കിൽ 5, 6 ആണെങ്കിൽ 8, 7 ആണെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് വരൂ? 1 വരൂ. സോ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും ഇവിടെ 231ൽ 33 7 ടൈംസ് പോകും. സോ 70 × 100 എത്ര വരും എനിക്ക്? 7000. റൈറ്റ്. സോ ടോട്ടൽ മന്ത്ലി സാലറി എത്രയാണ്? ഓപ്ഷൻ 4 7000. റൈറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഔട്ട് ഓഫ് ഹിസ് ടോട്ടൽ ഇൻകം മിസ്റ്റർ കെ സ്പെൻഡ് 20% ഓൺ ഹൗസ് റെൻറ്റ്. ടോട്ടൽ നമുക്ക് എത്രയാണ്? ടോട്ടൽ സാലറി 100 ആണ്. സോ അതിലെന്ത് പോയി? 20% എന്ന് പറയുന്നത് എത്രയാണ്? 20 തന്നെയാണ്. ഹൗസ് റെൻറ്റ് എന്താണ്? ഹൗസ് റെൻറ്റിന് പോയി. ആൻഡ് 70% ഓഫ് ദ റെസ്റ്റ്, അല്ലേ? 70% ഓഫ് ദ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 100ൽ നിന്ന് 20 പോയി, ബാക്കി എത്ര സാലറി ഉള്ളൂ ഇപ്പം, അല്ലേ? 100ൽ നിന്നും 20 പോയി കഴിഞ്ഞാൽ ബാക്കി റെസ്റ്റ് ഉള്ളത് 80% സാലറി മാത്രമേ ഉള്ളൂ. ഈ റെസ്റ്റുള്ള 80%ൻ്റെ 70% എന്തിന് പോകുന്നത്? ഹൗസ് ഹോൾഡ് എക്സ്പെൻസിന് പോകുന്നത്, അല്ലേ? 80ൻ്റെ 70% എന്ന് പറയുമ്പോൾ എങ്ങനെ കാണും? 70 ഡിവൈഡഡ് ബൈ 100, 0 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 8 × 7 എത്ര കിട്ടും? 56, അല്ലേ? ഈ 56 ആണ് ആർക്ക് ചിലവാകുന്നത്? ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്, അല്ലേ? ഹൗസ് ഹോൾഡ് എക്സ്പെൻസിന് ചിലവാകുന്നത് 56%. അവസാനം പറയുന്നു ഇഫ് ഹി സേവ്സ് 1800, സേവിങ് എത്രയാണ്? 1800. സോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 20 + 56 എത്ര വരും? 76, അല്ലേ? 76. ആൻഡ് ഇഫ് ഹി സേവ്സ് 1800. സോ ഇതെന്താണ്? എക്സ്പെൻഡിച്ചർ ആണ്. ഇതെന്ന് പറയുന്നത് ഇൻകം ആണ്. ഇൻകത്തിൽ നിന്നും എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? സേവിങ്സ് കിട്ടും. സോ 100 - 76 എത്രയാണ്? 24% ആര് എന്ന് പറയുന്നത്? സേവിങ്സ് എന്ന് പറയുന്നത്, അല്ലേ? സോ 1800 എന്ന് പറയുന്നത് എന്താണ്? 1800 എന്ന് പറയുന്നത് 24% ആണെങ്കിൽ 100% മന്ത്ലി സാലറി എന്ന് പറയുന്നത് 100% അല്ലേ? എത്ര നല്ല ചോദ്യം. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 1800 എന്ന് പറയുന്നത് 24% ആണെങ്കിൽ 1% എന്ന് പറയുന്നത് 1800 ഡിവൈഡഡ് ബൈ 24 × 100, അല്ലേ? ഇവിടെ ആര് കോമൺ ആയിട്ട് പോകും? 6 കോമൺ ആയിട്ട് പോകും, അല്ലേ? 18ൽ 3 തവണ, 24ൽ 4 തവണ, 4 100ൽ 25 തവണ, അല്ലേ? 1/4 എന്ന് പറഞ്ഞാൽ 25 ആണ്. സോ 3 × 25 75 ആൻഡ് 30 1 2 20, അല്ലേ? 25 പോയി കഴിഞ്ഞാൽ 20 7500 എന്ന് കിട്ടും. സോ ഓപ്ഷൻ നമ്പർ 4. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്.